പിണവൂർകുടിയിലെ വനിതാ പഞ്ചായത്ത് മെമ്പറെ മർദ്ദിച്ച സംഭവം. മഹിളാ കോൺഗ്രസ് കുട്ടമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ഇടതുപക്ഷ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് തന്നെ ആക്രമിച്ചതെന്നാണ് പരിക്കേറ്റ വാർഡ് മെമ്പറുടെ പരാതി. കഴിഞ്ഞ ദിവസം പിണവൂർകുടിയിലെ ആശാ വർക്കറും പഞ്ചായത്ത് മെമ്പറുമായ ബിന്ദു രാജേന്ദ്രന് വിഷുദിനത്തിൽ മർദ്ദനമേറ്റ് പരിക്കുപറ്റിയിരുന്നു. പിണവൂർകുടിയിലെ പ്രാദേശിക ക്ലബിന്റെ വിഷു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം പുറത്തിറങ്ങിയ പഞ്ചായത്ത് മെമ്പറെയും കുടുംബക്കാരെയും ചിലർ മർദ്ദിക്കുകയായിരുന്നു. അനധികൃത മദ്യവിൽപ്പന പോലീസിനെ അറിയിച്ചതിന്റെ വൈരാഗ്യത്തിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് തന്നെ ആക്രമിച്ചതെന്നാണ് പരിക്കേറ്റ വാർഡ് മെമ്പറുടെ പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2 പേരെ പിടികൂടിയിട്ടുമുണ്ട്. കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് കുട്ടമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. 100 ഏക്കർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സത്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ജനാധിപത്യ വിരുദ്ധതയുടെയും CPM ഗുണ്ടായിസത്തിന്റെയും നേർക്കാഴ്ചയാണ് ശ്രീമതി ബിന്ദു രാജേന്ദ്രനെ ആക്രമിച്ച നടപടി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ പ്രതിഷേധവുമായി ഇത്രയും സ്ത്രീകള്, കുട്ടമ്പുഴയുടെ അമ്മമാര് ഈ പെരുവെയിലത്ത് ഇന്ന് തെരുവിലിറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇതിന് കൃത്യമായ മറുപടി ഈ വരുന്ന 4-ാം തീയതി തന്നെ നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഗുണ്ടായിസത്തിന് കൂട്ടുനിൽക്കുന്ന, അക്രമികളെ സംരക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ഈ ഒരു പ്രതിഷേധ ധർണയെ തടയുവാനായിട്ട് എല്ലാ ശക്തിയോടുകൂടി ഇന്നിവിടെ നിരന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒത്താശ ചെയ്യലിന് ഇനി അധികം ദിവസങ്ങളില്ല. നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണിത്തന്നെ ഇരിക്കണം. ഇനി വരുന്ന ഭരണമാറ്റത്തില് നീതിനിഷ്ഠയുടെ ഒരു കർത്തവ്യ നിർവഹണം മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതിന് ഐക്യജനാധിപത്യ മുന്നണി ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തിന്റെ ജനപ്രതിനിധിയാണ്, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ആ പ്രദേശത്തെ ഏതൊരു പ്രശ്നത്തിലും ഇടപെടുവാനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ധാർമ്മിക ഉത്തരവാദിത്തം ആ ജനപ്രതിനിധിക്കുണ്ട്. ആ ധാർമ്മിക ഉത്തരവാദിത്തത്തെ ചങ്കോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ പോരാടിയ ഒരു അമ്മയുടെ, അല്ലെങ്കിൽ അതിലൊക്കെ ഉപരിയുള്ള ഒരു ജനപ്രതിനിധിയുടെ പോരാട്ട വീര്യത്തെ തല്ലിക്കെടുത്തുന്ന ഒരു ദുർമാതൃക തന്നെയാണ് ഇന്ന് കുട്ടമ്പുഴയിൽ അരങ്ങേറിയിരിക്കുന്നത്. ബിന്ദു രാജേന്ദ്രൻ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മെമ്പർ, അവരൊരു ആദിവാസി വിഭാഗത്തിലെ ഒരു വ്യക്തി ആയതുകൊണ്ട് എന്തുമാകാമെന്നാണ് DYFI ഗുണ്ടകൾ അല്ലെങ്കിൽ CPMന്റെ ഗുണ്ടകൾ കരുതുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഒത്താശയും കൊടുക്കാം, അവർക്കെതിരെ എന്ത് നടപടിയും സ്വീകരിക്കാമെന്നാണ് ഇന്ന് CPMന് ഒത്താശ നൽകുന്ന പോലീസുകാർ കരുതുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയിലെ സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്ന് പ്രിയമുള്ളവരെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബ്ലസി ബേബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, KSU സംസ്ഥാന സെക്രട്ടറി പ്രിയ CP, ആദിവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിജു, മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടയ്ക്കൽ, വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് അന്നമ്മ ആന്റണി, മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജമ്മ രാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.